Hi friends, welcome to SB World. ഫാനിൻ്റെ കാറ്റിൽ ശരീരം തണുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫാനിൻ്റെ കാറ്റിൽ എങ്ങനെയാണ് ശരീരം തണുക്കുക? ഫാൻ ഇട്ടാൽ കാറ്റ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉഷ്ണക്കാലത്ത് ഫാനില്ലാതെ കുറച്ച് സമയം പോലും നമുക്ക് ഉഷ്ണക്കാലം തന്നെ ഇപ്പോൾ ഞാനിവിടെ ഗൾഫ് കൺട്രിയിലാണ് ജീവിക്കുന്നത്. ഉഷ്ണക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് നമ്മൾ ഫാൻ ഇട്ടാൽ എപ്പോൾ പെട്ടെന്ന് ശരീരം തണുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തുകൊണ്ടാണ് തണുക്കുന്നത്? ഫാൻ ഇട്ടാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരം തണുക്കുകയും വിയർപ്പില്ലാതാകുകയും എങ്ങനെയാണെന്ന് അറിയാമോ? അത് എന്താ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരീരം സ്വാഭാവികമായി 2 മാർഗ്ഗങ്ങളിലൂടെയാണ് താപനില കുറക്കുന്നത്. ഒന്ന് കൺവെൻഷൻ എന്ന മാർഗ്ഗമാണ്. അതിൽ ചർമ്മത്തിലൂടെ പുറത്തേക്ക് ശരീരത്തിൻ്റെ ഹീറ്റ് വേവിനെ കടത്തിവിടുന്നു. അടുത്ത മാർഗ്ഗം തന്നെ ശരീരത്തിലെ ചൂടിനെ വിയർപ്പാക്കി മാറ്റി ചർമ്മത്തിൻ്റെ ചൂടിൽ വലിച്ചെടുക്കുന്നു. വിയർപ്പ് എന്നത് ഇവാപ്പറേഷൻ എന്ന പ്രക്രിയയാണ്. നമുക്കറിയാം ഇവാപ്പറേഷൻ എന്ന പ്രക്രിയയാണ് ശരിക്കും വിയർപ്പ്. എന്നാൽ സാധാരണഗതിയിൽ ചൂട് കൂടുമ്പോൾ ഇവ രണ്ടും ഒന്നിച്ചാണ് നടക്കുക. അപ്പോൾ ചൂടും വിയർപ്പും ഹ്യൂമിഡിറ്റിയും എല്ലാം കൂടെ ശരീരത്തിന് ചുറ്റും ഒരു ഹീറ്റ് വേവ് സൃഷ്ടിക്കുന്നു. ആ സമയത്ത് വിയർപ്പിന് ഒറ്റയ്ക്ക് ശരീരം മുഴുവനായി തണുപ്പിക്കുന്ന പണി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഫാൻ ഓൺ ചെയ്യുമ്പോഴും ഈ ശരീരത്തിന് ചുറ്റും ഉഷ്ണം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ആ ഹീറ്റ് വേവിനെ അകറ്റുന്നു, അത് ഒഴിവാക്കുന്നു. എന്നിട്ട് ഫാനിൽ നിന്നും വരുന്ന ഹ്യൂമിഡിറ്റി ഇല്ലാത്ത കാറ്റ് ശരീരത്തിന് പുറത്ത് നല്ല രീതിയിൽ വായുസഞ്ചാരത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൂട് കുറയ്ക്കുകയും ശരീരത്തെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫാൻ ചെയ്യുന്ന പ്രവൃത്തി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് SB World.